പ്രിയരെ, ചില ദിവസങ്ങളായി സോഷ്യൽ മീഡിയ മുഴുവൻ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻറ്റർ, ബിനു വാഴമുട്ടം, സ്നേഹത്തണൽ എന്നതാണ് മുഴുവൻ മലയാളികളും കണ്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 5 വർഷമായി ചെന്നീർക്കരയിൽ സ്നേഹത്തണൽ എന്ന ഒരു സ്ഥാപനം ഞങ്ങളുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്നു. നാളിതുവരെ യാതൊരു കുഴപ്പങ്ങളുമില്ലാതെ നിരവധി അമ്മമാർ, അപ്പന്മാർ ഒക്കെ അവിടെ താമസിക്കുന്നു. ഇപ്പോൾ ഉണ്ടായ വിവാദം, ഇത് നിയമപാലകരുടെ മുൻപിലാണ്, നിയമത്തിൻ്റെ മുൻപിലാണ്. ആ വിഷയത്തിന് മറുപടി പറയേണ്ട ആൾ ഞാനല്ല. അതിന് നിമജ്ഞനായുള്ള ആളുകൾ അതിന് കൃത്യമായ മറുപടികൾ തന്നുകൊള്ളും. ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷകൾ തന്നെ അവർക്ക് ലഭിക്കും. അവർ പ്രതികളാണെങ്കിൽ, പ്രതികളാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കോടതിയുടെ മുൻപിലിരിക്കുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. സ്നേഹത്തണലിനെ കുറിച്ച് ഒരു 2 വാക്ക്. അവിടെ ഇൻ്റർവ്യൂ ചെയ്ത ആളുകളെയാണ് നമ്മൾ അവിടെ സ്റ്റാഫായി വെക്കുന്നത്. അവിടുത്തെ മാനേജർ, അസിസ്റ്റൻറ്റ് മാനേജർ, PRO അങ്ങനെ തുടങ്ങിയ മുഴുവൻ ആളുകളെയും ഇൻ്റർവ്യൂ ചെയ്ത് ഇൻ്റർവ്യൂ ബോർഡ് അവരെ സെലക്ട് ചെയ്യുന്നു. അവർ ആ കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്യുന്നു എന്നതാണ് നമ്മുടെ വിചാരം. ഞങ്ങൾ അവിടെ സന്ദർശിക്കാറുണ്ട്. സന്ദർശിക്കുന്ന സമയത്ത് ഏറ്റവും മാന്യമായി, ഏറ്റവും വൃത്തിയായി അവർ കാര്യങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ ഈ തളർന്നു പോയ അവസ്ഥകളിൽ ഞങ്ങളെ സ്നേഹത്തോടെ കൈക്കൊണ്ട, പ്രാർത്ഥിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഈ വർഷവും ഏകദേശം 3000 കുഞ്ഞുങ്ങൾക്ക് പഠന സഹായം കൊടുത്ത ഒരു സ്ഥാപനവും ഒരു സഭയുമാണ് ഞങ്ങളുടേത്. അത് ഇതിൻ്റെ അടുത്ത് പറയുന്ന നിരവധി ആളുകളുണ്ട്. അവരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഓർക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സംഭവത്തിന് ആസ്പദമായ കാര്യങ്ങളിൽ നമ്മുടെ സ്ഥാപനം നിൽക്കുന്നത് ചെന്നീർക്കര പഞ്ചായത്തിലാണ്. ചെന്നീർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ആധികാരികമായി ഒരു വിവരണവും അതിൽ നാളിതുവരെ നടത്തിയിട്ടുള്ളതായി എനിക്കറിയില്ല. അവിടെ ഇതിന് മുഴുവൻ കൃത്യമായ മറുപടികൾ കൊടുക്കുന്ന ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനിയായ ആതിരമാടമാണ്. ആതിരമാടത്തിന് എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻറ്ററിനോട് വ്യക്തിപരമായ ഒരു വൈരാഗ്യമുണ്ട്. ആ ഒരു വൈരാഗ്യം ഓമല്ലൂർ തന്നെ ഞങ്ങൾക്ക് 1.25 ഏക്കർ സ്ഥലമുണ്ട്. 2022 മുതൽ ഓമല്ലൂർ പഞ്ചായത്തിനെ ഞങ്ങൾ സമീപിക്കുന്നു അതിൻ്റെ പെർമിഷന് വേണ്ടി. നാളിതുവരെ അതിൻ്റെ പെർമിഷനോ മറ്റൊരു കാര്യമോ പഞ്ചായത്ത് നൽകി തന്നില്ല. അതിൻ്റെ പിൻപിൽ ഒരു വ്യക്തിയുണ്ട്. അത് ആവശ്യമെങ്കിൽ ഞാൻ കൃത്യമായി പിന്നീടൊരിക്കൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞ വസ്തുതാവിരുദ്ധമായ ചില പരാമർശങ്ങൾ. ഒന്ന്, അദ്ദേഹം ചാനലിലൂടെ പറഞ്ഞു, സരോജിനി എന്ന് പറയുന്ന ഒരു അമ്മ സ്നേഹത്തണലിൽ അന്തേവാസിയായി 5 വർഷങ്ങൾക്ക് മുൻപ് സ്നേഹത്തണലിലെത്തി. 12 ജനമൈത്രി പോലീസ് അമ്മയെ ഞങ്ങൾക്ക് കൊണ്ടുത്തരികയാണ്. ആരോഗ്യമില്ലാത്ത അമ്മയുടെ കൈവശം ആ സമയത്ത് 8 സെൻറ്റ് വസ്തുവുണ്ട്. ആ 8 സെൻറ്റ് വസ്തു എനിക്കോ സ്നേഹത്തണലോ എഴുതി തരാനായിട്ടാണ് അമ്മ വന്നിട്ടുള്ളത്. ഞാനോ സ്നേഹത്തണലോ വളരെ സ്നേഹത്തോടെ അത് നിഷേധിക്കുകയും അമ്മയ്ക്ക് താല്പര്യമുള്ള വീടില്ലാത്ത അർഹരായ ആർക്കെങ്കിലും അത് എഴുതി കൊടുക്കാൻ അമ്മയോട് നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അമ്മയുടെ സ്വമനസാലെ അമ്മ നിർമ്മല എന്ന് പറയുന്ന വീടില്ലാത്ത ഒരു സഹോദരിക്ക് അത് എഴുതി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡോക്യുമെൻ്റ് നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കുന്നു. ഞാനത് എഴുതിയെടുത്തൊന്നും നമ്മുടെ സ്ഥാപനം അതെടുത്തു എന്നാണ് ആരോപണം. അങ്ങനൊരു ആരോപണമില്ല, അങ്ങനൊരു സംഭവമില്ല. ഇത് എൻ്റെ പേരിലല്ല, സ്നേഹത്തണലിൻ്റെ പേരിലുമല്ല. ഇത് രണ്ടും ഞാൻ സ്നേഹത്തോടെ നിഷേധിച്ചിരിക്കുന്നു. ഇതുപോലെയുള്ള കള്ളങ്ങളാണ് ബാക്കി പറഞ്ഞത് മുഴുവൻ. ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും സത്യത്തിന് നിരക്കാത്ത കള്ളങ്ങളാണ് ആതിരാമാടം പറഞ്ഞിരിക്കുന്നത്. അതിന് നിയമ നടപടിയുമായി ഞാൻ മുന്നോട്ട് പോകും. അത് അഭിഭാഷകരുമായി കൂടി ആലോചിച്ച് അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ മുന്നോട്ട് പോകും. ഇതുവരെ ഞങ്ങളെ സഹായിച്ച, കൂടെ നിന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. പ്രിയരെ, ഒരു കാര്യം കൂടെ. ലഹരിക്കടിമയായ തകർന്നു പോകുന്ന കുഞ്ഞുങ്ങളെ എൻ്റെ കൂടെ കൂട്ടുക നിരവധി വർഷങ്ങളായി എൻ്റെ പതിവാണ്. അത് നിങ്ങൾക്ക് പൊതുസമൂഹത്തിനറിയാം. അങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടിയാൽ
ഈ കെസിയ എന്ന് പറയുന്ന അമ്മ വളരെ സങ്കടത്തോടുകൂടെ ഈ മകനെക്കുറിച്ച് എന്നോട് പറയുകയാണ്. അങ്ങനെയാണ് ആ കുഞ്ഞിനെ ഞാൻ എൻ്റെ കൂടെ നിർത്തുന്നത്. ആ കുഞ്ഞിനെ ഉപദ്രവിക്കുമെന്ന കാര്യം എനിക്ക് നാളിതുവരെ എൻ്റെ ബോധ്യത്തിലില്ല. ആ കുഞ്ഞ് കുറച്ച് അഗ്രസീവാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് ആ കുഞ്ഞിനെക്കുറിച്ച് അമ്മ കെസിയയെക്കുറിച്ചൊക്കെ ഒരു വാർത്താ സമ്മേളനത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അതിനെക്കുറിച്ച് അത് നിയമത്തിൻ്റെ മുമ്പിലിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഏറെ പറയാൻ താല്പര്യപ്പെടുന്നില്ല. പ്രിയപ്പെട്ട സ്നേഹിതർ, ഒരു കാരണവശാലും അവിടെ ഞങ്ങൾ ഫുഡ് കൊടുക്കുന്ന അവിടെ ആതിരാമാടം പറഞ്ഞൊരു കാര്യമുണ്ട്. ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പാല് വാങ്ങുന്നില്ല. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം, ഞങ്ങൾ ഒരു മാസം അവിടെ പാലിന് വേണ്ടി ചിലവാക്കുന്ന എത്രയാണ്, ബീഫിന് വേണ്ടി ചിലവാക്കുന്ന എത്രയാണ്, ചിക്കന് വേണ്ടി ചിലവാക്കുന്നത് എത്രയാണ്. ഞാനോ എൻ്റെ ഫാമിലിയോ ചർച്ചിൽപ്പെട്ട ആരോ ഒരാൾ പോലും അവിടെ പോയി കഴിക്കാറില്ല. ഞങ്ങളവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. അന്തേവാസികളെ അവിടെയുള്ള മാതാപിതാക്കളെ ഞങ്ങൾ കാണാറുണ്ട്. അവർക്ക് ഞങ്ങളാൽ കഴിയുന്ന ഏറ്റവും സഹായങ്ങൾ, ഇതിൻ്റെ പേരിൽ, സ്നേഹത്തണലിൻ്റെ പേരിൽ നാളിന്ന് വരെ ഒരു പിരിവ് നടത്തുകയോ ഒരു വിദേശ ഫണ്ട് സ്വീകരിക്കുകയോ മറ്റൊരു കാര്യങ്ങളും ഇന്നുവരെ ചെയ്തിട്ടില്ല. എനിക്ക് ശുശ്രൂഷയിൽ കിട്ടുന്നതും എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററിൽ കിട്ടുന്ന പണം ഉപയോഗിച്ചാണ് ഇന്ന് വരെ ഞങ്ങൾ ഈ കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത് എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുകയാണ്. ഇതിൻ്റെ സത്യാവസ്ഥകൾ വരും ദിവസങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാ സ്നേഹിതർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നമുക്കൊരുമിച്ച് നാളത്തെ ആരാധനയിൽ കാണാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.